ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം. അനന്തരം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, നീ കാനാന്യ സ്ത്രീകളിൽ നിന്നും ഭാര്യയെ എടുക്കരുത്. പുറപ്പെട്ട് പാദാൻ അരാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെഥുവേലിന്റെ വീട്ടിൽ ചെന്നു നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ നിന്നും നിനക്ക് ഒരു ഭാര്യയെ എടുക്കുക. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്നെ സന്താനപുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിനു കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരുകയും ചെയ്യുമാറാകട്ടെ. അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ പാദാൻ അരാമിൽ അരാമ്യനായ ബെഥുവേലിന്റെ മകനും യാക്കോബിന്റെയും ഏശാവിന്റെയും അമ്മയായ റബേക്കയുടെ സഹോദരനുമായ ലാബാന്റെ അടുക്കൽ പോയി. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് പാദാൻ അരാമിൽ നിന്ന് ഒരു ഭാര്യയെ എടുപ്പാൻ അവനെ അവിടേക്ക് അയച്ചതും, അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കാനാന്യ സ്ത്രീകളിൽ നിന്നു ഭാര്യയെ എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും, യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പാദാൻ അരാമിലേക്കും പോയതും യെശയ്യാവ് അറിഞ്ഞപ്പോൾ, കാനാന്യ സ്ത്രീകൾ തന്റെ അപ്പനായ ഇസഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്നു കണ്ട് യെശയ്യാവ് ഇശ്മേലിന്റെ അടുക്കൽ ചെന്നു തനിക്കുള്ള ഭാര്യയെ കൂടാതെ അബ്രഹാമിന്റെ മകനായ ഇശ്മാലിന്റെ മക്കളും നെബായോത്തിന്റെ സഹോദരിയുമായ മഹാലത്തിനെയും വിവാഹം കഴിച്ചു. എന്നാൽ യാക്കോബ് ബേർശേബയിൽ നിന്നു പുറപ്പെട്ടു ഹാരാനിലേക്കു പോയി. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിമീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടന്നുറങ്ങുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്കു നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തതു നിവർത്തിയാക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണരുന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്നു പറഞ്ഞു.
ഞാൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇതു ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. ഇതു സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്നു പറഞ്ഞു. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വച്ചിരിക്കുന്ന കല്ല് എടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിനു ബേഥേൽ എന്നു പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിനു ലൂസ് എന്നു പേര് ആയിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരുകയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്കു ദൈവമായിരിക്കും. ഞാൻ തുണയായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും. നീ എനിക്കു തരുന്ന സകലത്തിലും ഞാൻ നിനക്കു ദശാംശം തരും എന്നു പറഞ്ഞു. ബാർക്കുമോർ.